ഭർത്താവിനെ കൊലപ്പെടുത്തിയത് അജ്ഞാത സംഘമെന്ന് പോലീസിന് മുന്നിൽ ഭാര്യ വെളിപ്പെടുത്തി. എന്നാൽ ഭാര്യയുടെ തികഞ്ഞ ബുദ്ധിയാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് ഒടുവിൽ മനസ്സിലാക്കി. ഒടുവിൽ ഭാര്യയുടെ ആസൂത്രണം സ്ഥിരീകരിച്ച് പോലീസ് രംഗത്തെത്തുമ്പോൾ വീട്ടുകാരും ഞെട്ടി. കഴിഞ്ഞ 7-നാണ് 28 വയസ്സുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരി പുരോഹിത് ദേവകൃഷ്ണയെ മധ്യപ്രദേശിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൂർച്ചയേറിയ ആയുധം കൊണ്ടുള്ള മുറിവുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. മോഷ്ടാക്കൾ വീട്ടിൽ കയറി ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തി ഭർത്താവിനെ കൊലപ്പെടുത്തിയെന്നാണ് ഭാര്യ പറഞ്ഞത്. പ്രിയങ്ക പോലീസിനോട് ആ കഥ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. അവർ തന്നെയാണ് ആദ്യം കൊല്ലാൻ ശ്രമിച്ചത്. പിന്നീട് തൻ്റെ വായ പൊത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഞങ്ങൾക്ക് തരൂ, അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലും. അവർ എന്നെ വലിച്ചിഴച്ചു. അലമാരകൾ തിരഞ്ഞെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാം തരാം, ഞങ്ങളെ വെറുതെ വിടും. അങ്ങനെ എല്ലാം ഞാൻ അവർക്കെടുത്തു കൊടുത്തു. എൻ്റെ കൈകളും കാലുകളും അവർ കെട്ടിയിടുകയായിരുന്നു. വസ്ത്രങ്ങൾ വലിച്ചു കീറി. ഞാൻ കരഞ്ഞപ്പോൾ ഭർത്താവിനെ കൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ അവരിൽ 2 പേരെ കണ്ടു, പക്ഷേ കൂടുതൽ പേരുണ്ടായിരുന്നു. പ്രിയങ്ക പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അതേസമയം തൻ്റെ വീട്ടിൽ നിന്ന് സ്വർണങ്ങളും മോഷ്ടിച്ചു എന്ന് പ്രിയങ്ക പോലീസിനോട് പറഞ്ഞു. എന്നാൽ പോലീസ് നടത്തിയ തെരച്ചിലിൽ ഈ ആഭരണങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെയാണ് പോലീസിന് സംശയമുണ്ടായത്. ദേവകൃഷ്ണയുമായി പ്രിയങ്ക നിരന്തരം വഴക്കിട്ടിരുന്നു എന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു. നാട്ടുകാരും ഇങ്ങനെയൊക്കെ തന്നെ അവരോട് പറഞ്ഞിരുന്നു. അതേസമയം പിന്നീട് പ്രിയങ്കയെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് കൊലപാതകത്തിന് പിന്നിലെ ആസൂത്രണം പ്രിയങ്ക തുറന്നു സമ്മതിച്ചത്. കാമുകനുമായി ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്താൻ പ്രിയങ്ക വാടക കൊലയാളിയെ ഏർപ്പെടുത്തുകയായിരുന്നു. 1 ലക്ഷം രൂപയാണ് സുരേന്ദ്ര ഭാട്ടിയയ്ക്ക് പ്രിയങ്ക വാഗ്ദാനം ചെയ്തത്. 50,000 രൂപ മുൻകൂറായി നൽകുകയും ചെയ്തു. അങ്ങനെ കൃത്യമായ ആസൂത്രണത്തിനൊടുവിലാണ് ദേവകൃഷ്ണയെ വാടക കൊലയാളി ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. പിന്നീട് മോഷണ ശ്രമത്തിലുണ്ടായ കൊലപാതകമാണെന്ന് തോന്നിപ്പിക്കാൻ മുറിയിലെ വസ്തുക്കളെല്ലാം അലങ്കോലമാക്കിയിടുകയായിരുന്നു.